ഇബാദത്തിന്റെ ഓരോ കാര്യവും, ഇബാദത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെറും നിസ്കാരം നോമ്പെന്ന് മനസ്സിലാക്കൂല എന്നാണ് എനിക്കറിയാം. കാര്യം നമ്മൾ സഹോദരന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് പോലും ഇബാദത്താണ്. നമ്മളോട് പണ്ടൊരു രസലുണ്ടായിരുന്നു, അവനെ കാണുന്ന സമയത്ത് ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമാണ്, പക്ഷെ ഇബാദത്തിന് വേണ്ടി നീ ക്ഷമ കാണിക്കണം. ചിലപ്പോ തോറ്റു എന്ന് പറയും. ഒരു ഗതിയില്ലാത്ത പെങ്ങളായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ട് ഇങ്ങനെ കുഴപ്പാക്കിക്കൊണ്ടിരിക്കുക. കാരണം അവിടെ ഉണ്ടാവും ഒരു ഗഫൂറും വസീമും ഒക്കെ. അവര് പിരികയറ്റിയിട്ട്, മക്കളോ ഭർത്താവൊക്കെ പിരികയറ്റിയിട്ട് പെങ്ങളായിരിക്കും ആങ്ങളനോട് ഭയങ്കരമായി ശത്രുത പുലർത്തിക്കൊണ്ടിരിക്കുക. അസമയത്ത് അവരുമായി ഐക്യം ഇസ്ലാഹ് എന്ന് പറയുന്ന വിവാദത്തിന് വേണ്ടി ക്ഷമ കാണിക്കണം. നമ്മൾ വേണമെങ്കിൽ മൂന്നാം കക്ഷിയെ വെക്കണം, പള്ളിയിൽ ഉസ്താദിനെ കാണണം, മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ആവുന്ന ഉസ്താദിനെ കാണണം. ഞാനും പെങ്ങളും ഇങ്ങനെ പിണങ്ങിയിട്ടുള്ളത് കാലങ്ങളായി, എനിക്ക് അവളോടൊന്ന് മിണ്ടണം എന്നുണ്ട്, താങ്കളൊന്ന് മധ്യസ്ഥത വഹിക്കുമെന്ന് ചോദിക്കണം, റമദാനൊക്കെ അല്ലേ വരുന്നത് എന്ന് പറയണം. നമ്മൾ ഈ നല്ല നല്ല പുണ്യങ്ങളുടെ ദിവസങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന്റെ പ്രതിഫലം കിട്ടാത്ത ആളുകളെ കുടുംബം ചേർക്കാത്തവർന്ന് പ്രത്യേകം ഉണ്ടല്ലോ. നമ്മുടെ ഈ ബറാത്തിന്റെ ആണെങ്കിലും കലബ് ഗോത്രത്തിലുള്ള ആടുകളുടെ ആടുകളുടെ എണ്ണം എത്ര ഉണ്ട്? അന്ന് ഏറ്റവും കൂടുതൽ ഈ ആടുകളുള്ള ഗോത്രമാണ് കലബ് ഗോത്രം. അവരുടെ ആടുകളുടെ രോമത്തിന്റെ കണക്കനുസരിച്ച് ആളുകൾക്ക് പൊരുത്തു കൊടുക്കും എന്നൊക്കെ പറയുന്ന ഹദീസുണ്ട്. ആ ഹദീസിനെ തുടർന്ന് പറയണതാണ് നിത്യമായി കള്ളുടിക്കണവൻ, വ്യഭിചരിക്കണവൻ, അതേപോലെ കുടുംബം ബന്ധം പുലർത്താത്തവൻ, ഇവർക്കൊന്നും കിട്ടൂല ഈ ആനുകൂല്യം. അന്ന് ഏറ്റവും കൂടുതൽ ആടുള്ള ഗോത്രം കലബുകാർ. ഒരാടിന് എത്ര രോമം കാണും? അവർക്ക് എത്രയോ ആടുണ്ട്. അപ്പൊ എത്ര ആൾക്ക് പുറത്തു കൊടുക്കും? പക്ഷെ അതിൽ ഇയാൾ പെടൂല, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ. അപ്പൊ ഒരു മൂന്നാം കക്ഷിയെ ഏർപ്പെടുത്തേണ്ടി വരും. ചിലപ്പോ ഈ പെങ്ങളെ മക്കളൊക്കെ കളിയാക്കും, എന്നിട്ട് ഇപ്പൊ എന്തേ നിങ്ങൾക്ക് എന്ന് ചോദിക്കും. എന്തേ തോറ്റിട്ട് വന്നില്ലേ, അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷേ ക്ഷമ കാണിക്കണം. എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും, എന്തൊക്കെ ഭൗതികമായി നഷ്ടം നമുക്ക് സംഭവിക്കുമെന്ന് തോന്നിയാലും ക്ഷമയെ കൂട്ടുപിടിക്കണം.